ഹലോ സുഹൃത്ത്, നമസ്കാരം. ക്യൂറിയോസിറ്റി എന്നൊരു വാക്കുണ്ട്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ. നമുക്ക് ഏത് മേഖലയിലും ക്യൂറിയോസിറ്റി ഉണ്ടാകാം. കറണ്ട് അഫേഴ്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നമുക്കൊരു ആകാംക്ഷ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കറണ്ട് അഫേഴ്സിലൊക്കെ നമുക്ക് എപ്പോഴും നല്ല മാർക്ക് നേടാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചു. കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിയുടെ പേരിൽ ഒരു പുതിയ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. എക്സസൈസ് റാഹത്ത് എന്ന് പറയുന്ന ആർമി NDRFന്റെ ഒരു എക്സസൈസ്. നീരജ് ചോപ്ര 90 മീറ്റർ കടന്നു. അത് ആദ്യമായിട്ടാണ് നീരജ് ചോപ്ര 90 മീറ്റർ കടക്കുന്നത്. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: The President of India conferred the 58th ജ്ഞാനപീഠ അവാർഡ്. ഇന്ത്യൻ രാഷ്ട്രപതി 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം സമ്മാനിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം നമുക്കറിയാം, ലിറ്ററേച്ചറിലെ സാഹിത്യത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണ്. 58ാമത് ജ്ഞാനപീഠ അവാർഡ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത ഇന്ത്യൻ സാഹിത്യത്തിലെ 2 പ്രമുഖർ ആരാണ്? ഗുൽസാർ, ജഗദ്ഗുരു രാമഭദ്രാചാര്യ. 2 പേർക്കാണ് ഈ പ്രാവശ്യത്തെ 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം. ഒന്ന് ഗുൽസാർ, മറ്റൊന്ന് ജഗദ്ഗുരു രാമഭദ്രാചാര്യ. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഉറുദു കവിയും ബോളിവുഡ് എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും പേര് ഗുൽസാർ. ഗുൽസാർ അദ്ദേഹം ഒരു ബോളിവുഡ് റൈറ്ററും ഉറുദു പോയറ്റും അതുപോലെ തന്നെ ഒരു ഫിലിം ഡയറക്ടർ കൂടിയാണ്. ഈ 3 ഏരിയ ആണ് ഗുൽസാറിൻ്റെ ഏരിയ. ഇദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 മെയ് 16 രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ജഗദ്ഗുരു രാമഭദ്രാചാര്യ. 58ാമത് ജ്ഞാനപീഠ അവാർഡ് 2 പേർക്കാണ്. ഒന്ന് ഗുൽസാർ, മറ്റൊന്ന് ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ഇതിൽ ജഗദ്ഗുരു രാമഭദ്രാചാര്യ മെയ് 16 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റുവാങ്ങി. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഏത് ഭാഷയിലാണ് പണ്ഡിതൻ? സംസ്കൃതം. സംസ്കൃത പണ്ഡിതനാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ. അതുപോലെ തന്നെ ഗുൽസാർ ആണെങ്കിൽ ഉറുദു പോയറ്റും ബോളിവുഡ് റൈറ്ററും ഡയറക്ടർ കൂടിയാണ് ഗുൽസാർ. ഈ 2 പേർക്കാണ് ഈ പ്രാവശ്യത്തെ 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സെലിബ്രേറ്റിംഗ് 125 ഇയേഴ്സ് ഓഫ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിയുടെ 125ാം വാർഷികം ആഘോഷിക്കുന്നു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് ഈ വർഷം കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി 125ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്. ഏത് സോളാർ ഒബ്സർവേറ്ററിയുടെ 125ാം സ്മാരക തപാൽ സ്റ്റാമ്പ് 2025 മെയ് 16 തപാൽ വകുപ്പ് പുറത്തിറക്കി. കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി KSO എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിയുടെ 125ാമത്തെ കമമറേറ്റീവ് പോസ്റ്റേജ് സ്റ്റാമ്പ്, അതായത് സ്മാരക തപാൽ സ്റ്റാമ്പ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മെയ് 16 അതായത് ഇന്നലെയാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ വർഷം KSO അതായത് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി 125ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചത് ഏത് കുന്നിലാണ്? പഴനി ഹിൽസ്. തമിഴ്നാട്ടിലെ പഴനി ഹിൽസിലാണ് തമിഴ്നാട്ടിലുള്ള കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിട്ടുള്ളത്. കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചത് ഏത് തീയതിയിലാണ്? 1899 ഏപ്രിൽ 1 125 വർഷം മുമ്പ് 1899 ഏപ്രിൽ 1 പഴനി ഹിൽസിൽ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് മെയ് 16 പുറത്തിറക്കിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: എക്സസൈസ് റാഹത്ത്. ആർമി NDRF ജോയിൻ ഫോഴ്സസ് ഫോർ ഡിസാസ്റ്റർ റിലീഫ്. രക്ഷാപ്രവർത്തനവുമായി സൈന്യം NDRFും സംയുക്തമായി എക്സസൈസ് റാഹത്ത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സ്പിയർ കോപ്സും NDRFും എക്സസൈസ് റാഹത്ത് നടത്തിയത്? നാഗാലാൻഡ്. നാഗാലാൻഡിലാണ് ഇന്ത്യൻ ആർമിയുടെ സ്പിയർ കോപ്സ് എന്നറിയപ്പെടുന്ന ഒരു യൂണിറ്റും
നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. ഈ ഒരു എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് റാഹത്ത്. നാഗാലാൻഡിലെ മൺസൂൺ തയ്യാറെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സൈന്യവും NDRFും ദുരന്ത നിവാരണ സിമുലേഷൻ എന്ന നിലയിൽ നടത്തിയ ഏത് അഭ്യാസമാണ് റാഹത്ത് വ്യായാമം, റാഹത്ത് എക്സസൈസ്? എക്സസൈസ് റാഹത്ത് എന്ന പേരിലാണ് ഇത് ദുരന്ത നിവാരണ സിമുലേഷൻ എന്ന പേരിൽ ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ഇത് വരാൻ പോകുന്ന മൺസൂൺ, അതായത് മഴക്കാലവുമായി ബന്ധപ്പെട്ട്, കാലവർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് നാഗാലാൻഡിൽ NDRF, അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ലസ്സ ഫീവർ ഔട്ട് ബ്രേക്സ് കിൽ 138 ഇൻ നൈജീരിയ, 18 സ്റ്റേറ്റ്സ് അഫക്റ്റഡ്. ലസ്സ പനി പടർന്നു പിടിച്ച് നൈജീരിയയിൽ 138 പേർ മരിച്ചു, 18 സംസ്ഥാനങ്ങൾ ദുരിതത്തിലായി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നൈജീരിയ. നൈജീരിയയിൽ 18 സ്റ്റേറ്റിലാണ് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 138 പേരാണ് മരിച്ചിട്ടുള്ളത്. ലസ്സ ഫീവർ എന്നറിയപ്പെടുന്ന ഒരു മാരകമായിട്ടുള്ള രോഗം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 തുടക്കം മുതൽ നൈജീരിയയിൽ ഏത് തരം പനിയാണ് 138 അധികം ആളുകളെ കൊന്നത്? ലസ്സ പനി. അതായത് ഈ വർഷം ആരംഭത്തിൽ തന്നെ നൈജീരിയയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പനിയാണ് ലസ്സ ഫീവർ. ഈ പനി മൂലം ഇപ്പോൾ 138 പേരാണ് മരിച്ചിട്ടുള്ളത്. ലസ്സ പനി ഏത് ഭൂഖണ്ഡത്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വൈറൽ പനി? ആഫ്രിക്ക. ഇതൊരു വൈറൽ ഫീവർ ആണത്. ഇത് കൂടുതലായിട്ടും കോണ്ടാക്ട് വഴിയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. ഇത് പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ആവുന്നത് എലികൾ വഴിയാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ അതിന് പ്രത്യേകിച്ചൊരു സിംറ്റംസ് കാണുന്നില്ല. പിന്നീട് അത് മാരകമാവുകയും ഇതിലൂടെയാണ് അറൌണ്ട് 138 പീപ്പിൾ അത് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നൈജീരിയൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രകാരം ലസ്സ പനിയുടെ മരണനിരക്ക് എത്രയാണ്? 19.2%. അതായത് ഈ ഒരു പനി മൂലം വളരെ ഹൈ ലെവലിലാണ് മരണനിരക്ക്. 5 പേരിൽ ഒരാളാണ് കൊല്ലപ്പെടുന്നത് ലസ്സ ഫീവർ മൂലം. 19.2 ആണ് ഇതിന്റെ ഫാറ്റലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക്. ഇത് അറിയിച്ചിട്ടുള്ളത് നൈജീരിയ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? നൈജീരിയ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി എന്ന് പറയുമ്പോൾ അത് നൈജീരിയയാണ്. നൈജീരിയയിലാണ് ഇപ്പോൾ ഈ ഒരു ലസ്സ ഫീവർ എന്ന് പറയുന്ന ഈ ഒരു പനി ബാധിച്ചിട്ടുള്ളത്. അടുത്തൊരു കറണ്ട് അഫയേഴ്സിന്റെ ഹെഡിംഗ് ആണ് നീരജ് തേർഡ് ഏഷ്യൻ ടു ക്രോസ് ദി 90 മീറ്റർ ഇൻ ദി ജാവലിൻ. ജാവലിനിൽ 90 മീറ്റർ താണ്ടുന്ന മൂന്നാമത്തെ ഏഷ്യക്കാരനായി നീരജ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് നീരജ് ചോപ്ര 90 മീറ്റർ കടക്കുന്ന ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഏത് തീയതിയിലാണ് ഒളിമ്പ്യൻ നീരജ് ചോപ്ര തന്റെ കരിയറിൽ പുരുഷന്മാരുടെ ജാവലിൻ മത്സരത്തിൽ 90 മീറ്റർ അതിർത്തി കടന്നത്? 2025 മെയ് 16. ഈ കഴിഞ്ഞ ദിവസം മെയ് 16 നീരജ് ചോപ്ര തന്റെ കരിയറിൽ ആദ്യമായിട്ട് ജാവലിനിൽ 90 മീറ്റർ മറികടന്നു. മൂന്നാമത്തെ ഒരു ഏഷ്യൻ സ്പോർട്സ് പേഴ്സണും അതുപോലെ തന്നെ 25ാമത്തെ ഒരു വ്യക്തിയാണ് ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്നത്. 2025 മെയ് 16 നടന്ന ഡയമണ്ട് ലീഗ് മീറ്റിംഗ് പരമ്പരയുടെ ദോഹ ലീഗിൽ നീരജ് ചോപ്ര പുരുഷ ജാവലിൻ മത്സരത്തിന്റെ സ്ഥാനം എന്തായിരുന്നു? 90.23 മീറ്ററുമായി 2ാം സ്ഥാനത്ത്. ഇന്നലെയായിരുന്നു ദോഹയിൽ നടന്നിട്ടുള്ള ഡയമണ്ട് ലീഗ് മീറ്റ്. ഇതിലാണ് നീരജ് ചോപ്ര 90.23 മീറ്റർ എറിഞ്ഞുകൊണ്ട് ഏഷ്യയിലെ മൂന്നാമത്തെ വ്യക്തിയായി മാറി 90 മീറ്റർ കടക്കുന്ന ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന സ്പോർട്സ് താരം. 2025 മെയ് 16 നടന്ന ഡയമണ്ട് ലീഗ് മീറ്റിംഗ് പരമ്പരയുടെ ദോഹ ലീഗിൽ പുരുഷന്മാരുടെ ജാവലിൻ മത്സരത്തിൽ 91.06 മീറ്ററുമായി 1ാം സ്ഥാനം നേടിയത് ആരാണ്? ജർമ്മനിയുടെ ജൂലിയൻ വെബർ. 91.06 മീറ്ററും 1ാം സ്ഥാനം നേടിയിട്ടുള്ള വ്യക്തിയാണ് ജർമ്മനിയുടെ ജൂലിയൻ വെബർ. 90.23 മീറ്റർ എറിഞ്ഞുകൊണ്ട് നീരജ് ചോപ്ര 2ാം സ്ഥാനത്തും. ഇത് നടന്നിട്ടുള്ളത് ഡയമണ്ട് ലീഗ് മീറ്റിൽ വെച്ചാണ് നീരജ് ചോപ്ര 90 മീറ്റർ കടക്കുന്ന ഏഷ്യയിലെ മൂന്നാമത്തെ വ്യക്തി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സിക്കിം ഓൺ ദി 15th ആനിവേഴ്സറി ഓഫ് സിക്കിം സ്റ്റേറ്റ്ഹുഡ്. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തിൽ സിക്കിം എന്ന സംസ്ഥാനം ഇതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുകയാണ്. നമുക്ക് നോക്കാം കറണ്ട് അഫയേഴ്സിലേക്ക്. 2025 മെയ് 16 ഏത് സംസ്ഥാനമാണ് അതിന്റെ 50ാം സംസ്ഥാന ദിനം ആഘോഷിച്ചത്? സിക്കിം. സിക്കിമിന്റെ സ്റ്റേറ്റ്ഹുഡ് ഡേ ആയിരുന്നു ഇന്നലെ മെയ് 16. 50ാമത്തെ സ്റ്റേറ്റ്ഹുഡ് ഡേ, അതായത് 50ാമത്തെ
സംസ്ഥാന ദിനം ആയിരുന്നു സിക്കിമിൻ്റെ ഇന്നലെ മെയ് 16. സിക്കിം സംസ്ഥാനം രൂപീകൃതമായത് ഏത് തീയതിയിലാണ്? 1975 മെയ് 16. മെയ് 16 1975 സിക്കിം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ട് രൂപീകൃതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ 50ാമത്തെ വർഷമാണ് സിക്കിം ആഘോഷിക്കുന്നത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 18ഓളം കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.